ഹലോ പ്രിയമുള്ളവരെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? കഥകൾ ഇഷ്ടമാകുന്നുണ്ടോ? എന്താണ് കഥകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ? നയനം നമ്മൾ 13-ാം ഭാഗത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. ചായ വേണമായിരുന്നെങ്കിൽ എന്നോട് പറയായിരുന്നില്ലേ സാറേ? ഞാൻ ഉണ്ടാക്കി തരില്ലായിരുന്നോ? ആ അവശതയിലും അവൾ പറഞ്ഞൊപ്പിച്ചു. അവൻ അടുക്കളയിൽ കയറി തനിയെ ചായ ഉണ്ടാക്കി കുടിച്ചതിൻ്റെ സങ്കടം അവൾക്കുള്ളിൽ കുന്നോളമുണ്ട്. പറയണമെങ്കിലേ ചായ ഉണ്ടാക്കേണ്ടവൾ ഈ അടുക്കളയിൽ കാണണം, അല്ലാതെ ഇങ്ങനെ പട്ടുമെത്തയിൽ സുഖിച്ച് ഉറങ്ങുകയല്ല വേണ്ടത്. കേട്ടോടി ഉറക്കപ്പിശാചേ. അനിയന്ത്രിതമായ രോഷത്തെ കടിച്ചു പിടിച്ചു അർജുൻ അവളെ ശകാരിച്ചു. അവൾ നോവുന്ന അടിനാമ്പി അമർത്തി പിടിച്ച് മിഴികൾ വിടർത്തി അവനെ നോക്കി. എന്താടി ഞാൻ പറഞ്ഞത് നിനക്ക് പിടിച്ചില്ലേ? കല്ലുതുള്ളി വന്നവൻ്റെ കയ്യിലെ ചുടുചായ ഒരൽപ്പം അവളുടെ കൈത്തണ്ടയിലേക്ക് തൂവിപ്പോയിരുന്നു. ഇറച്ചി നൊന്ത വേദനയിൽ അവൾ പതിയെ കൈ ഒഴിഞ്ഞു. പൊള്ളിയോ? അവൻ അവളുടെ കൈ പിടിച്ചു വലിച്ചു. ഇല്ല സാർ, കുഴപ്പമില്ല. കരച്ചിൽ വന്ന് മിണ്ടാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൾക്ക്. കുഴപ്പമില്ലെങ്കിൽ നല്ലത്. ഇത്തിരിയൊക്കെ പൊള്ളിയും ചൂടുകൊണ്ടും പഠിക്കുന്നത് നല്ലതാ. നരകത്തിൽ ഇതിനേക്കാൾ ചൂടാണെന്നാ. അർജുൻ അവളുടെ പരുങ്ങിയ നിൽപ്പ് കണ്ടാൽ ചിരിയേ വരുള്ളൂ. അവൻ്റെ ഉള്ളിൽ വല്ലായ്മ തോന്നിയെങ്കിലും മുഖത്ത് അത് പ്രകടമായിരുന്നില്ല. പലതും അവളെ കുത്തിപ്പറഞ്ഞു അവൻ സ്വയം ന്യായം കണ്ടെത്തി. ഗ്ലാസ്സിൽ നിന്നൊരു മുറുക്ക് കുടിച്ച് അർജുൻ സോഫയിൽ കാലുമേക്കാൽ കയറ്റിയിരുന്നു. ഇപ്പോൾ ആ ഇരുത്തത്തിലും അടുക്കള വാതിൽക്കൽ കൈ രണ്ടും താഴ്ത്തിയിട്ട് പരുങ്ങി നിൽക്കുന്നവളെ കാണാം. നയനക്ക് സുഖമില്ലേ? കുറച്ചപ്പുറം മാറി നിന്ന് ആ ദേഹം മുഴുവൻ അവൻ്റെ മിഴികൾ നടത്തിയ നിരീക്ഷണത്തിനൊടുവിൽ ആ സത്യം കണ്ടെത്തി. എന്താടോ ചോദിച്ചത് കേട്ടില്ലേ? സുഖമില്ലേന്ന്. അർജുൻ പുരികം ഉയർത്തി വയറിൽ അമർത്തി പിടിച്ചു നിൽക്കുന്നവളെ നോക്കി വീണ്ടും ചോദിച്ചത് മുൻപത്തേക്കാൾ ഉച്ചത്തിലായിരുന്നു. എനിക്ക് വയറ് വേദനിക്കുന്നു. അവൻ്റെ മുഖത്ത് നോക്കാതെ വയറിൽ നോക്കിക്കൊണ്ടവൾ പറഞ്ഞു തീർത്തു. നീ ആ ചൈനക്കാരനും ഒരുമിച്ചായിരുന്നോ? ചായ ഗ്ലാസ് കയ്യിൽ പിടിച്ച് ഒരു വലിയ പൊട്ടിച്ചിരിയോടെ അവൻ അവളുടെ അടുത്തേക്ക് വന്നു. എന്നാൽ അവൻ ചോദിച്ചത് എന്താണെന്ന് പോലും അറിയാതെ അവൾ പകച്ചു നിൽക്കുമ്പോഴും അവളുടെ കരങ്ങൾ ഇടുപ്പിലും വയറിലും ചുറ്റി നിന്നു. സാർ, ഞാനൊരല്പം കിടന്നോട്ടെ, എനിക്ക് ഒട്ടും വയ്യാഞ്ഞിട്ടാ. നയന അവൻ്റെ കാല് പിടിച്ചു പറയുന്ന പോലെ കെഞ്ചി പറഞ്ഞു മുറിയിലേക്ക് നടന്നു. അവളുടെ അവശതയും വേച്ചുള്ള നടപ്പും കണ്ട് അർജുൻ്റെ ഉള്ളിൽ ഭയം നിറഞ്ഞു. അർജുൻ്റെ മനസ്സിൽ പലതരം അപകട ചിന്തകളും കൂടുകൂട്ടി. അവൾക്കെന്തോ മാരകമായ രോഗമാണെന്ന് തന്നെ അവൻ ഉറപ്പിച്ചു വെച്ചു. അർജുൻ അവൾ പോയ റൂമിൻ്റെ വാതിലിനോരം വന്നു നിന്നു. നയന തലയിണ വയറിൻ്റെ കീഴെ വെച്ചു തറയിൽ കമിഴ്ന്ന് കിടക്കുന്നുണ്ട്. അർജുൻ ആ കിടപ്പ് കണ്ടതും ആശ്ചര്യമായി. ഇവൾ തലയിണ വയറിനാണ് വെക്കുന്നേ? ഇതെന്തു കൂത്ത്? അവൻ സ്വയം ചോദിച്ചു. എടി, ഇവിടെ കിടന്ന് ചാവണ്ട, എൻ്റെ കൂടെ വന്ന ഡോക്ടറെ കാണിക്കാം. ഈർഷ്യയോടെ വേണമെങ്കിലും ക്ഷേമം ചോദിക്കാതിരിക്കാൻ അവനെക്കൊണ്ട് കഴിഞ്ഞില്ല. അവൻ്റെ ശബ്ദം കേട്ടതും നന്നേ പ്രയാസപ്പെട്ടവൾ പതിയെ തല ഉയർത്തി നോക്കി. അർജുൻ്റെ നോട്ടം അവളിൽ പതിച്ചു. കണ്ണിന് താഴെയും കവളിലും കണ്ണീറൊട്ടിയ പാടുകൾ തിളങ്ങിക്കാണാം. തല ഇരുവശത്തേക്കും വെട്ടിച്ചുകൊണ്ട് അവൾ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതേ പടെ കിടന്നു പോയിരുന്നു. അർജുൻ എന്തു ചെയ്യുമെന്നറിയാതെ തല പുകഞ്ഞു. ഫോൺ എടുത്തു അവൻ സൂസനെ വിളിച്ചു. ഫ്ലാറ്റിലേക്കുള്ള പച്ചക്കറികൾ വാങ്ങിക്കൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുകയായിരുന്നു സൂസൻ. അർജുൻ്റെ പേര് കണ്ടതും ധൃതിയിൽ ഫോൺ എടുത്തു. എടാ, നിൻ്റെ ആ പെണ്ണിന് എന്തോ സിക്ക്, റൂമിൽ കിടക്കുക. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടും അനുസരിക്കുന്നില്ല. സൂസൻ സൂപ്പർ മാർക്കറ്റിലെ ബഹളത്തിനിടയിൽ നിന്ന് അല്പം മാറി നിന്നു. നീ ആ പാവം പെണ്ണിനെ എന്താ ചെയ്തേ? നിൻ്റെ ക്രൂര പ്രയോഗങ്ങൾ ആ പാവം പെണ്ണിൻ്റെ ദേഹത്ത് കാണിച്ചോടാ. സൂസന് അരിശം ഇരച്ചു കയറി. തനിക്ക് വിധേയപ്പെടാത്തവളെ അവൻ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തിയെന്ന് തന്നെ അവൾ ഉറച്ചു വിശ്വസിച്ചു. നിർത്തടി, നിൻ്റെ പുഴുത്ത നാവ് കൊണ്ട് ഇനി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, അവളെ ഞാൻ തൊട്ടുപോലും ഉപദ്രവിച്ചിട്ടില്ല. ഇവിടെ കൊണ്ടിട്ടിട്ട് ദിവസം ഇത്രയുമായി. ഞാൻ ആഗ്രഹിച്ച ഒന്നും നടന്നിട്ടില്ല. 365 ദിവസം ട്രെയിൻ വേഗത്തിൽ അങ്ങോട്ട് തീർന്നു കിട്ടും.
അതോടെ നിനക്കും നിൻ്റെ പ്ലാൻ കൊണ്ട് ഇറങ്ങിയവൾക്കൊന്ന് തൃപ്തിയാകുമല്ലോ. അങ്ങനെ അർജുനെ പറ്റിച്ച് മുങ്ങാമെന്ന് ഒരുത്തിയും വിചാരിക്കണ്ട. കൊന്നു കുഴിച്ചു മൂടും. സ്ഥിരമുള്ള അവൻ്റെ ഭീഷണി. നീ ആ പെണ്ണിന് ഫോൺ കൊടുത്തേ. അവനൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നയനയ്ക്ക് എന്തു പറ്റിയെന്ന് അവൾക്ക് ശങ്കയായി. അർജുൻ്റെ സിരകളിൽ അമർഷം തിളച്ചു മറിഞ്ഞു. അവൻ്റെ ഉള്ളിൽ യാഥാർത്ഥ്യം തെളിഞ്ഞു മറിഞ്ഞു. പണം മുടക്കിക്കൊണ്ട് വന്നവരുടെ കയ്യിലെ പാവയാകുന്നുണ്ടോ താനെന്ന് അവൻ സ്വയം ചോദിച്ചു. ഇതാ നിന്റെ സൂസൻ. അർജുൻ കമിഴ്ന്ന് കിടക്കുന്നവൾക്ക് നേരെ ഫോൺ നീട്ടി. നയന ദയനീയമായി തല ഉയർത്തി അവൻ്റെ മിഴികളിലേക്ക് നോക്കി. നിസ്സഹായയായ ഒരുവളുടെ ദുഃഖം നിറഞ്ഞ നോട്ടം ആ ചൂടനെ തണുപ്പിച്ചു. അവൾ പതിയെ എഴുന്നേറ്റിരുന്നു. അവൻ നീട്ടിയ ഫോൺ വാങ്ങി. ഹലോ. കരച്ചിലിൻ്റെ അകമ്പടിയോടെ നയന വിളിച്ചു. എന്തു പറ്റി നയന? സുഖമില്ലടി. അവൻ നിന്നെന്തെങ്കിലും? സൂസൻ്റെ നെഞ്ചിരിപ്പേറി. അർജുൻ അവരുടെ സംഭാഷണം ശ്രദ്ധിക്കാതെ മുറിവിട്ട് പുറത്തുപോയി നിന്നു. അവന് സ്വയം വെറുപ്പ് തോന്നി. സൂസൻ്റെ ചോദ്യം അവനെ കൂടുതൽ വെറുപ്പിച്ചു. ആളുകളുടെ കണ്ണിൽ തന്നെ എങ്ങനെയാണ് കാണുന്നതെന്ന ചിന്ത അവനെ ചിന്തയിലാഴ്ത്തി. കരയാതെ പറയൂ പെണ്ണേ. സൂസൻ അക്ഷമയോടെ വീണ്ടും ചോദിച്ചു. സാറ് എന്നെ ഒന്നും ചെയ്തിട്ടില്ല ചേച്ചി. സാറ് പാവമാ. എനിക്ക് പീരിയഡ്സ് ആയതാ. പെയിൻ സഹിക്കാൻ പറ്റുന്നില്ല. അവൾ പറഞ്ഞത് കേട്ട് നയനയുടെ ഉള്ളിൽ ആശ്വാസം നിറഞ്ഞു. നീ കാര്യം അർജുനോട് പറ. നിനക്കെന്തോ ആവശ്യമുണ്ടെങ്കിലും അവൻ നിന്നെ സഹായിക്കും. എന്തിനാ മടിക്കുന്നേ? ധൈര്യമായി പറഞ്ഞോളൂ. അർജുനെ തെറ്റിദ്ധരിച്ചതിൽ സൂസന് വലിയ കുറ്റബോധം തോന്നി. ചേച്ചി പറയോ? നയന പ്രതീക്ഷയോടെ ചോദിച്ചു. നീ പറഞ്ഞാൽ മതി എൻ്റെ പെണ്ണേ. ഇതിലൊക്കെ എന്താ ഇത്ര നാണിക്കാൻ? എല്ലാ സ്ത്രീകൾക്കുള്ളത് തന്നെയല്ലേ. എല്ലാ മാസവും എനിക്ക് ഇതിൽ ഇടപെടാൻ പറ്റുമോ? സൂസൻ അവളെ സ്വയം പര്യാപ്തമാക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു. എനിക്ക് പേടിയാ ചേച്ചി. നയന മിഴികൾ അമർത്തി തുടച്ചു. എന്തിന് പേടിക്കണം? നിനക്കെന്തോ വലിയ ദീനമാണെന്ന് കരുതി അവനാകെ പേടിച്ച് പറിച്ചു നിൽക്കുക. നീ ചെന്ന് കാര്യങ്ങൾ പറ. സൂസൻ്റെ ഉപദേശം അവളിൽ ധൈര്യവും ആശ്വാസവും ഉണ്ടാക്കി. സൂസൻ്റെ കോൾ കട്ട് ചെയ്തു. അവൾ അർജുൻ്റെ അടുത്തേക്ക് പോയി. അവൻ ആ ഉമ്മറവാതിൽ തുറന്നു ചെറിയ തിണ്ണയിൽ ഇരിക്കുകയായിരുന്നു. വെളിയിലേക്കൊരു കാഴ്ചയുമില്ല. അത്രക്കുണ്ട് മതിലിൻ്റെ ഉയരം. സാർ ഫോൺ. വിറക്കുന്ന കരങ്ങൾ അവന് നേരെ നീണ്ടുവന്നു. വിരലിൽ ഒരു ചെറിയ മോതിരം മാത്രമുള്ള തൊടുത്ത കൈകൾ. നിനക്കെന്താ സൂക്കേട്? നിന്റെ മറ്റവൾ പറഞ്ഞത് ഞാൻ നിന്നെ പിടിച്ച് എങ്ങാണ്ടോ കാണിച്ചിട്ടാണ് നിനക്ക് സൂക്കേട് വന്നതെന്ന്. ആണോടി? അർജുൻ അവളെ പേടിപ്പിക്കാൻ വേണ്ടി തന്നെ ഒച്ച വെച്ചു. അല്ല സാർ, എനിക്ക് എഴുന്നേറ്റ് നിന്ന് അവൾക്ക് നേരെ വാ പൊളിച്ചു അലറി വിളിച്ചവനെ നോക്കി പറയാൻ വാക്കുകൾ കിട്ടാതെ അവൾ വിക്കി. അക്ഷരങ്ങൾ തൊണ്ടക്കുഴിയിൽ കിടന്ന് ചുറ്റുന്നു. അവനാണെങ്കിൽ തേന്മാവിൻ കൊമ്പത്തിൽ വഴി പറഞ്ഞു കൊടുക്കുന്ന അമ്മച്ചിയെ നോക്കിയുള്ള മോഹൻലാലിൻ്റെ ഭാവമാ. നിനക്കല്ലേലും ഒരരപ്പിരി കുറവുണ്ട്. അർജുൻ അവൾക്ക് അരികിലേക്ക് നീങ്ങി. തല കുമ്പിട്ട് നിൽക്കുന്നവൾ ആ കാലുകൾ അരികിലേക്ക് വരുന്നത് കണ്ടു തല താഴ്ത്തി തന്നെ പിറകിലേക്ക് നീങ്ങി ഭിത്തിയിൽ തട്ടി നിന്നു പരുങ്ങുന്നവളുടെ ആത്മവിശ്വാസം പോയി കിട്ടി. അവൻ ഭിത്തിയിൽ ചാരി നിൽക്കുന്നവളുടെ തൊട്ടരികിൽ വന്നു നിന്നു. അവൻ വലത് കൈ അവളുടെ ഇടത്തെ ഭാഗത്തെ ചുമലിൽ വെച്ചു. തല കുമ്പിട്ട് നിൽക്കുന്നവളുടെ താടയിൽ വിരൽ കൊണ്ട് തൊട്ട് ഉയർത്തി. പറ, എന്താ നിന്റെ അസുഖം? അവൾ മിഴികൾ വിടർത്തി അവനെ നോക്കി. എനിക്ക് പീരിയഡ്സ് ആയതാ, അവൾ ആ കണ്ണിൽ നോക്കി തന്നെ പറഞ്ഞു. നിമിഷ നേരം കൊണ്ട് തന്നെ അവളുടെ മിഴികൾ അറിയാതെ നിറഞ്ഞുപോയി. ഓ, ഇനിയിപ്പോൾ എന്താ ചെയ്യാ? അർജുൻ അവളുടെ പാറി പറഞ്ഞ മുടിയിഴകൾ ഒതുക്കിക്കൊണ്ട് ചോദിച്ചു. എനിക്ക് സാനിറ്ററി പാഡ്സ് വാങ്ങി വരാമോ? ചുരിദാർ ഷോൾ കൊണ്ടാണ് ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നതെന്ന് പറയാനുള്ള ധൈര്യമൊന്നും അവൾക്കില്ലായിരുന്നു. എന്നാൽ ഷോപ്പിൽ പോയി സാനിറ്ററി പാഡ് വാങ്ങി വരാനുള്ള ധൈര്യം അവനുമില്ല. അതും പ്രശസ്തമായ ഒരു മോഡൽ കമ്പനിയുടെ ഓണർ. സാറിന് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പോയിക്കോളാം. അവൻ തലപുകഞ്ഞ് ആലോചിക്കുന്നത് കണ്ട് നയന പറഞ്ഞു. ഈ അവസ്ഥയിൽ താൻ എന്തായാലും പോണ്ട. ഇപ്പോൾ പോയി റെസ്റ്റ് എടുക്ക്. അർജുൻ അവളുടെ തോളിലൂടെ കൈയിട്ട് താഴെ മുറിയിൽ തന്നെ കൊണ്ടുപോയി കിടത്തി. മലർന്നു കിടക്കുന്ന അവളുടെ താഴെ വെച്ച കാലുകൾ അവൻ നേരെ വെച്ചു കൊടുത്തു. ബെഡിലാകെ ചിതറിക്കിടന്ന അവളുടെ മുടിയിഴകൾ
ഒതുക്കി വെച്ച് കൊടുക്കും നേരം മീയടക്കാതെ അവൻ്റെ പ്രവൃത്തികൾ തന്നെ വീക്ഷിച്ചു കിടക്കുന്ന അവളുടെ മുഖത്തേക്ക് അവൻ്റെ മുഖം അടുത്തു വന്നു. നയന ഇനിയും കണ്ണുകൾ അടച്ചിട്ടില്ല. അവൻ്റെ നിശ്വാസം അവളുടെ കഴുത്തിൽ അരിച്ചിറങ്ങി. അവൻ കൈ എത്തി ഭിത്തിയിലെ ഫാൻ സ്വിച്ചും ഓണാക്കി. താഴെ കിടക്കേണ്ട, അടുക്കും, ഞാനിപ്പോൾ വരാം. അവളുടെ കവളിലേക്കൊന്ന് തലോടി അർജുൻ ആ മുറി വിട്ടു. നയന ശ്രമപ്പെട്ട് തിരിഞ്ഞു കിടന്നു. ആ പോകുന്നവനെ നോക്കിക്കിടന്നു. നയനയ്ക്ക് അർജുൻ്റെ സ്വഭാവം ഒരു തരത്തിലും പിടികിട്ടുന്നുണ്ടായിരുന്നില്ല. ചില നേരങ്ങളിൽ അവൻ വളരെയധികം സ്നേഹവും കരുതലും കാണിക്കും. എന്നാൽ അടുത്ത നിമിഷം തന്നെ അവൻ ഒരു വാശിക്കാരനും ദേഷ്യക്കാരനുമായി മാറും. വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ അവൻ്റെ സ്വഭാവം നയനയെ ആശയക്കുഴപ്പത്തിലാക്കി. അർജുൻ വാലറ്റ് പാൻറ്റിൻ്റെ പോക്കറ്റിൽ തിരുകി സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി. കാലിലെ ക്രോക്സ് ഇടും നേരം ആ വാതിൽ പൂട്ടി. ആ ഓട്ടത്തിന് ആകെ ഒരു വെപ്രാളമുണ്ട്. റിമോട്ട് ഞെക്കി ഗേറ്റ് തുറന്നു. കാറിൻ്റെ ഡോർ തുറന്ന് കയറി. ആ വലിയ മുറ്റത്തിട്ട് കാർ തിരിച്ചെടുത്തു റോഡിലേക്ക് ഇറങ്ങി. ഇങ്ങനെയൊരു അവസ്ഥയിൽ കിടക്കുന്ന പെൺകുട്ടിയോട് എന്ത് പറയണമെന്നോ എങ്ങനെ ശുശ്രൂഷിക്കണമെന്നോ അവന് നിശ്ചയമില്ല. മുറിയിൽ വിവശയായി കണ്ണടച്ച് കിടക്കുന്നവളുടെ മുഖം അവൻ്റെ കണ്ണിൽ തെളിഞ്ഞു. അർജുനെ കുറിച്ചോർത്ത് ഫാൻ നോക്കിക്കിടന്നു. നയന എപ്പോഴോ മയങ്ങിപ്പോയിരുന്നു. തൊട്ടരികിൽ കിടക്കുന്ന ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് നയന കണ്ണു തുറക്കാതെ ഫോൺ എടുത്തു. അത്രമേൽ ക്ഷീണം അവളുടെ ദേഹത്തെ വന്നു മൂടിയിരുന്നു. കണ്ണ് പാതി തുറന്നു കോൾ അറ്റൻഡ് ചെയ്ത് കാതോരം വെച്ചു. നയന കൊച്ചേ. അവൾ ഹലോ പറയും മുമ്പേ ത്രേസ്യയുടെ വാത്സല്യം തുളുമ്പുന്ന വിളി. അമ്മച്ചിയുടെ സ്വരം കേട്ടതും നയന കണ്ണുകൾ തുറന്നു. അമ്മച്ചി. അവൾക്ക് കരയണമെന്നുണ്ട്. അമ്മച്ചി എന്നും വിളിച്ചു നെഞ്ചു പൊട്ടി കരയാൻ അവൾ ഒരുക്കമാണ്. പക്ഷെ അതിൻ്റെ ഹേതു അമ്മച്ചി തിരക്കിയാൽ മറുപടിയില്ല. എൻ്റെ മോൾക്ക് സുഖമില്ലേ? നിന്റെ ശബ്ദം വല്ലാണ്ടായിരിക്കുന്നു, ത്രേസ്യ ആകുലതയോടെ ചോദിച്ചു. ഒന്നുമില്ല അമ്മച്ചി, അമ്മച്ചിക്ക് തോന്നിയതാകും. അവൾ കണ്ണുകൾ തുടച്ചു, മൂക്ക് വലിച്ചു എഴുന്നേറ്റിരുന്നു. കുഞ്ഞുമോളും അപ്പച്ചനും ഒക്കെ എന്തെടുക്കുക? ശബ്ദത്തിൽ ഇനിയൊരു ഇടർച്ച വരാതിരിക്കാൻ അവൾ നന്നേ പരിശ്രമിച്ചു. അപ്പച്ചൻ ചെടികൾ നനയ്ക്കുക. കുഞ്ഞുമോളും ആ കാഴ്ചയും കണ്ട് മുറ്റത്ത് തന്നെ ഇരിപ്പുണ്ട്. ത്രേസ്യയുടെ ഉള്ളിൽ അകാരണമായൊരു ആദി കയറിയിരുന്നു. അവർക്ക് നയനയുടെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്നതേലും പ്രയാസമുണ്ടെങ്കിൽ പറയണേ പൊന്നുമോളെ, അവർ അതീവ ദുഃഖത്തോടെ പറഞ്ഞു. ഇത്രയും രൂപ നീ പെട്ടെന്ന് അയച്ചു തന്നത് അറിഞ്ഞിട്ട് നാട്ടുകാരെന്തൊക്കെയോ പറഞ്ഞുണ്ടാക്കുന്നുണ്ട് ത്രേസ്യേ. അമ്മച്ചി പറഞ്ഞു മുഴിപ്പിക്കും മുമ്പേ കോശിയുടെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടതും ഫോൺ കട്ടായിരുന്നു. ഒരെത്തും പിടിയും കിട്ടാതെ നയന അല്പനേരം കൂടെ ഫോൺ കാതിൽ നിന്നെടുത്തില്ല. തിരിച്ചു ബെഡിലേക്ക് തന്നെ മലർന്ന് കിടക്കാൻ നോക്കുമ്പോൾ അടിനാഭിയിൽ നിന്നും വരുന്ന അസഹ്യമായ വേദന അവളെ തളർത്തി. കിടക്കാൻ കഴിയാതെ അവൾ ആ ഇരിപ്പിൽ നിന്ന് എഴുന്നേറ്റു. സൂസൻ ചേച്ചിയുടെ ഫ്ലാറ്റിലായിരുന്നപ്പോൾ ഹോട്ട് ബാഗ് വയറ്റിൽ വെച്ച് പിടിക്കുമ്പോഴാണ് വേദന ഇത്തിരി കുറഞ്ഞിരുന്നത്. ഇവിടെ ഇപ്പോൾ ഹോട്ട് ബാഗ് ഇല്ലല്ലോ. സാനിറ്ററി പാഡ് കൊണ്ടുവരാൻ പറഞ്ഞതിൻ്റെ അങ്കലാപ്പ് ഇതുവരെ വിട്ടിട്ടില്ല. പിന്നെയാ ഹോട്ട് ബാഗ്. അവൾ ദുഃഖത്തോടെ ഓർത്തു. മിഴികൾ വാർത്തു. തുടരും. ആർത്തവ സമയത്ത് വേദന തിന്ന് ജീവിക്കുന്ന പോരാളികളെ, നിങ്ങൾക്കെൻ്റെ കൂപ്പുകൈ. സ്ത്രീകൾ സഹനക്കടലാണ്, തീർച്ച. ഈ പാർട്ട് തന്നെ ഞാൻ ആർത്തവ സമയത്ത് വേദന തിന്നുന്ന എൻ്റെ പൊന്നു സഹോദരിമാർക്ക് വേണ്ടി സമർപ്പിക്കുന്നു. നമ്മളൊക്കെ ഒരുപാട് സഹനങ്ങൾ സഹിച്ച് മുന്നേറുന്നവരാണ്. എല്ലാ പ്രയാസങ്ങളും സഹിച്ച് മുന്നേറാൻ അല്ലെങ്കിൽ അതിജീവിക്കാൻ നമ്മൾക്ക് സാധിക്കട്ടെ. എല്ലാവരോടും സ്നേഹം മാത്രം. അടുത്ത ഭാഗവുമായിട്ട് ഉടനെ വരാം.